ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ഡ്രാഗൺ ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ചിക്കന് നീളത്തിൽ കട്ട് ചെയ്തത് ബോൺലെസ് ആയിട്ടുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുരുമുളക് പൊടി, ഉപ്പ്, സോയ സോസ് ഇത് മൂന്നും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് മുട്ട, മൈദപ്പൊടി, കോൺഫ്ലോർ എന്നിവ ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കളറൊക്കെ വേണ്ടവർക്ക് ഇപ്പോൾ ചേർക്കാം, എരിവ് കൂടുതൽ വേണ്ടവർക്കും ചേർക്കാം. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഒരു പാൻ എടുത്ത് ചൂടായി വരുന്ന സമയത്ത് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏത് ഓയിലായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ എടുക്കാത്തതായിരിക്കും നല്ലത്. വെജിറ്റബിൾ ഓയിൽ ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് ചൂടായി വരുന്ന സമയത്ത് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായി വറുത്തെടുക്കണം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഒരു വശം മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 വശവും നല്ലപോലെ മൊരിച്ചെടുക്കാം. മൊരിഞ്ഞ് ഭയങ്കര ഹാർഡായി പോകാൻ പാടില്ല, ഇച്ചിരി സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കണം. അങ്ങനെ കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ബാച്ചും കൂടെ ഇട്ട് നന്നായി വറുത്തെടുക്കാം. എന്നിട്ട് അതേ സെയിം പാനിൽ തന്നെ ഓയിൽ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ഇത് മൂന്നും കൂടി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് സവാള ചേർക്കാം. നീളത്തിലരിഞ്ഞ് സവാള ചേർത്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ സോട്ട് ചെയ്താൽ മതി. എന്നിട്ട് അതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. റെഡ് ക്യാപ്സിക്കവും ഗ്രീൻ ക്യാപ്സിക്കവും കൂടെ ആഡ് ചെയ്യാം. യെല്ലോ ഏത് കളർ വേണമെങ്കിലും ആഡ് ചെയ്യാം. നമ്മുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ശരിക്കും റെസിപ്പിയിൽ റെഡും ഗ്രീനും ഒക്കെ മസ്റ്റാണ്. അങ്ങനെ അതും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സോസസ് ആഡ് ചെയ്യണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഹോട്ട് സോസും, അതായത് ചില്ലി സോസും, പിന്നെ 1 ടേബിൾ സ്പൂൺ സോയ സോസ്, പിന്നെ 2.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ്, അത് അത്യാവശ്യം ആഡ് ചെയ്യണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ 1 സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ, ചെറിയ ടീസ്പൂണാണ് കേട്ടോ, ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഞാനിവിടെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്, കളറൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇച്ചിരി ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ എരിവിന് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് ഉള്ളവർ, എരിവ് ആവശ്യമുള്ളവർ അതും ചേർക്കാം. എന്നിട്ട് ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഈ സോസസൊക്കെ ചിക്കനിലൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചൂടുവെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അത് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇതൊരു ഡ്രൈ റെസിപ്പിയാണ്. നമ്മുടെ ചില്ലി ചിക്കൻ്റെ ഒന്നും പോലെ ഗ്രേവി ഉണ്ടാവില്ല. ലാസ്റ്റ് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ. സെർവ് ചെയ്യുന്ന സമയത്ത് വെളുത്ത എള്ള് വെച്ച് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.